ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് അങ്ങ് കടന്നാലോ? ഒരു ചെറിയ പോർഷനാണ് വിവരാവകാശ കമ്മീഷനെ കുറിച്ച്. നമ്മൾ ഇന്നലത്തെ ടോപ്പിക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ചായിരുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ കടക്കാം. വിവരാവകാശ കമ്മീഷനുകൾ. അപ്പം നമ്മൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെയും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ നമുക്ക് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയത്തിന് പറയുന്ന പേരെന്താണ്? പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്നാണ്. അപ്പോൾ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് എന്താണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ഉൾക്കൊള്ളുന്ന മന്ത്രാലയത്തിന്റെ പേരാണ്. വിവരാവകാശ നിയമം 2005 ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്? വകുപ്പ് 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് 12. 2005 വകുപ്പാണ് ഇത്. 2005 വകുപ്പാണ് ഇത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 12 പ്രകാരമാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? വിവരാവകാശ കമ്മീഷന്റെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? CIC ഭവനാണ്, ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ CIC ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. മുൻപിത് എവിടെയായിരുന്നു? ആഗസ്റ്റ് ക്രാന്തി ഭവനിലായിരുന്നു. മുൻപിത് ആഗസ്റ്റ് ക്രാന്തി ഭവനിലായിരുന്നു. ഇപ്പോൾ ഇതിന്റെ ആസ്ഥാനം CIC ഭവനാണ്, ന്യൂഡൽഹിയിലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11 ആണ്. 11 പേരടങ്ങിയ അംഗങ്ങളാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഉള്ളത്. നമ്മൾ കണ്ടതാണ്, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11ആണ്. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നു. കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് അംഗസംഖ്യ. അതാണ് 11 അംഗസംഖ്യ ഉള്ളത്. ആരൊക്കെയാണ്? കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഏതൊക്കെ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം? ഏതൊക്കെ മേഖലകളിലാണ്? കുറച്ച് മേഖലകളിലൊക്കെ പരിജ്ഞാനമുള്ളവരായിരിക്കണം. പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവരായിരിക്കണം. നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം, ഭരണനിർവഹണം. ഏതൊക്കെ മേഖലകളിൽ പരിജ്ഞാനമുള്ളവരായിരിക്കണം? മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയസമ്പത്തുള്ളവർ, നിയമം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ, സാമൂഹ്യ സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണം, ഭരണനിർവഹണം. മനസ്സിലായല്ലോ? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇവർ ആരുടെ മുമ്പിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? പ്രസിഡന്റിന്റെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. പ്രസിഡന്റിന്റെ മുമ്പിലാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്രസിഡന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ അത് ആരുടെ ഉപദേശപ്രകാരമാണ്? ഇത് സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ഇവരെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ് തന്നെയാണ്. ആ നീക്കം ചെയ്യാനായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? പ്രസിഡന്റിനാണ്. അപ്പം ഇവര് രാജിക്കത്ത് ആർക്ക് സമർപ്പിക്കുന്നു? പ്രസിഡന്റിന് തന്നെയാണ്. ഓക്കെ. അപ്പം എന്തൊക്കെയാ? കമ്മീഷണർമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്, നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്, രാജിക്കത്ത് നൽകുന്നതും പ്രസിഡന്റ് ആണ്. ഇവരെ നീക്കം ചെയ്യാൻ ആരുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് നീക്കം ചെയ്യുന്നത്? സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ് സമർപ്പിക്കുന്നത് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റിനാണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ളയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ്? ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. ആദ്യ വനിത ദീപക് സന്ധു ആണ്. ദീപക് സന്ധു ആണ് വനിതയായിട്ടുള്ള വിവരാവകാശ കമ്മീഷണർ. ആദ്യത്തെ വനിതയായിട്ടുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ദീപക് സന്ധു ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആരാണ്? സുഷമ സിംഗ് ആണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാൻ പാടില്ല. യാതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പദവി വഹിക്കുന്ന വ്യക്തിയോ മറ്റു ബിസിനസ് സ്ഥാപനങ്ങളോ നടത്തുന്ന വ്യക്തിയോ ആവരുത്. അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാർക്കും ഒരു നിയമനിർമ്മാണ സഭകളിലും അംഗമായിരിക്കാനും പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പദവി വഹിക്കുന്ന വ്യക്തിയാകാൻ പാടില്ല. മറ്റ് ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യക്തി ആവരുത്. ഇങ്ങനെയുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ട്. കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുടെ സത്യപ്രതിജ്ഞയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂൾ ഏതാണ്? 1-ാം ഷെഡ്യൂളാണ്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരെ നീക്കം ചെയ്യാനുള്ള കാരണം എന്താണ്? തെളിയിക്കപ്പെട്ട ദുർവൃത്തി, അപ്രാപ്തി. അപ്പം വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്കിനി നോക്കാം. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ഡിസംബർ 19 രൂപീകൃതമായത്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതി ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. അപ്പൊ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, സംസ്ഥാന അസംബ്ലിയിലെ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. ഇവരൊക്കെയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3-അംഗ സമിതി. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ് ആണ്. പാലാട്ട് മോഹൻദാസ് ആരാണ്? കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗസംഖ്യ എത്രയാണ്? 11. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളും എത്രയാണ്? 11 തന്നെയാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളും എത്ര പേര് തന്നെയാണ്? 11 പേര് തന്നെയാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് എന്ത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എങ്ങനെയായിരുന്നു? വിവരാവകാശ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. സംസ്ഥാനത്ത് വരുമ്പോൾ അതെങ്ങനെയാണ്? സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. രണ്ടിലെയും അംഗസംഖ്യ എത്രയാണ്? 11 തന്നെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഗവർണറാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. കേന്ദ്രത്തിലാണെങ്കിൽ ആരാണ്? പ്രസിഡന്റ് ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണറുടെ മുൻപിലാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും കമ്മീഷണർമാരും രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? ഗവർണർക്കാണ്. ഇവരെ നീക്കം ചെയ്യുന്നത് ആര് തന്നെയാണ്? ഗവർണർ തന്നെയാണ്. അപ്പം ആരുടെ നിർദ്ദേശപ്രകാരമാണ്? സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ
സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത്. അപ്പം ആരാണ് നീക്കം ചെയ്യുന്നത്? ഗവർണറാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ്. സംസ്ഥാനത്താണെങ്കിൽ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നത് ഗവർണറാണ്. സുപ്രീം കോടതിയുടെ ഉപദേശപ്രകാരമാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനോ കേന്ദ്ര ഗവൺമെന്റിനാണ് സമർപ്പിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷനുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കിയിട്ട് പോവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.